ദൈവത്തിന് എന്താണ് ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ളത്? ആ ദൈവം സംസാരിക്കുമ്പോൾ ഉറപ്പാണ് അത് ആർക്കാണ്ട് വേണ്ടിയൊക്കെയാണെന്ന്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്കൊരു അധ്യായം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27:24 ഞാൻ വായിക്കാം. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ ഒരു നാടുവാഴിയുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും ഒത്താശയോടുകൂടി അവർ ചില ജനത്തിനെ പറഞ്ഞ് പീലാത്തോസിന്റെ അരമനയിലോട്ട് വിട്ടു. എന്നിട്ട് പീലാത്തോസിനോട് ചെന്നപ്പോൾ ഇവർ പറയുന്നത്, നസ്രയനായ യേശുവിനെ ക്രൂശിക്കുക, ബർബാസിനെ വിട്ടുതരിക. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച് ആരവാരവം അധികമായപ്പോൾ നാടുവാഴി കൈയൊഴിഞ്ഞു. ആരെ കൈയൊഴിഞ്ഞു? യേശുവിനെ കൈയൊഴിഞ്ഞു. സ്തോത്രം. ആ നീതിമാന് നീതി കൊടുക്കുവാൻ പീലാത്തോസിന് കഴിയാതെ പോയി. എന്നിട്ട് ഒരു പാപവും ചെയ്യാത്ത യേശു കർത്താവിനെ കള്ളന്മാരുടെ കരങ്ങളിൽ വിട്ടുകൊടുത്തിട്ടു കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളൂ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ക്രൂശിൽ കയറുവാൻ വേണ്ടി യേശുവിനെ ആ നാടുവാഴി പറഞ്ഞു വിട്ടു. അതിന്റെ വാക്യം 22 പറയുന്നു, പീലാത്തോസ് പറയുകയാണ്, അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവനെ ക്രൂശിക്കുക എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് പറ, ഇവൻ ചെയ്ത തെറ്റെന്താണ്, ഇവൻ ചെയ്ത പാപം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പാപവും പറയാൻ അവരുടെ കാര്യങ്ങളില്ല. അവരെന്നെ മറുപടി കൊടുത്തത്, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവർ ഏറ്റവും നിലവിളിച്ചു. സ്തോത്രം. ഈ കാലഘട്ടം ഇത്രയും കഴിഞ്ഞിട്ടും ഒരുപാട് മിടുമിടുക്കന്മാരും ഈ ലോകത്ത് വന്ന് മൺമറഞ്ഞു പോയിട്ടും ഒത്തിരി ചരിത്രകാരന്മാർ ഈ ലോകത്ത് ജനിക്കുകയും മരിക്കുകയും പുതുതായി ജനിക്കുകയും ചെയ്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുവന് പോലും ഇതുവരെ യേശുവിന്റെ നേരെ വിരൽ ചൂണ്ടുവാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല, അവൻ ചെയ്ത പാപം ഇന്നതാണ്, അവനൊരു പാവിയാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവ് ജീവനോട് ഇരുന്ന കാലത്തും ആർക്കും അവന്റെ മുമ്പിൽ വിരൽ ചൂണ്ടാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് പോലും ഒരു മനുഷ്യനും യേശുവിന്റെ മുഖത്ത് നോക്കി അവനൊരു പാപിയാണെന്നോ അവനൊരു പാപം ചെയ്തിട്ടുണ്ടെന്നോ ആർക്കും സമർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം, യേശു ഒരു പാപവും ചെയ്യാത്ത മനുഷ്യനാണ്. സ്തോത്രം. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ, ആരും സഹായമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുമ്പോൾ, നീ ഒരു പാപിയാണോ നീ ഒരു പാപി അല്ലയോ എന്നൊന്നും യേശു നോക്കാറില്ല. അവന്റെ മുമ്പിൽ ഒരു പ്രശ്നവുമായിട്ട് ആര് ചെന്നാലും ആ പ്രശ്നത്തിനൊരു പരിഹാരം കൊടുത്തിട്ട് വിടുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അവന്റെ പേര് യേശുവെന്നാ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഇന്ന് ഏത് ദൈവങ്ങളുടെ മുമ്പിലും അല്ലെങ്കിൽ ഏതൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിലും ഒരു മനുഷ്യനെ കൊണ്ടു നിർത്തുമ്പോൾ അവർ വിരൽ ചൂണ്ടുന്നത് അവൻ ചെയ്ത തെറ്റിനെ പറ്റിയാണ്, അവൻ ചെയ്ത പാപത്തിനെ പറ്റിയാണ്. എന്നാൽ യേശുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നു നിൽക്കുമ്പോൾ, ഇവൻ പാപിയായ മനുഷ്യനായത് കൊണ്ട് എനിക്ക് ഈ പാപത്തിന് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി ദുഷ്ടന്മാരുടെ കരങ്ങളിൽ നിന്നെ വിട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരു യേശുവല്ല ഞാനും നീയും വിശ്വസിക്കുന്ന നസ്രയനായ യേശു. നിന്റെ പാപമുള്ള രക്തമാണെങ്കിലും അതിന് ഓഹരക്കാരിയാകുവാൻ തക്കവണ്ണം ആ പാപത്തിന് പങ്കു ചേർന്നുകൊണ്ട് നിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് നിന്നെ നീതിമാനാക്കുവാൻ വേണ്ടി കാൽവറിയിൽ യാഗമായ ഒരു നല്ല യേശു. ഇതുപോലെ മറ്റൊരു ദൈവത്തെ ഈ ഉലകത്തിൽ കണ്ടുകിട്ടുവാൻ കഴിയില്ല.
ആ യേശുവാണ് നിങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നിലവിളിക്കുന്ന നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് കാൽവരി തന്റെ ശരീരത്തെ വിട്ടുകൊടുത്ത ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവന്റെ പേര് യേശുവാണ്. ആ യേശുവിന്റെ ദൈവമെന്ന് പറയുന്നത് എത്ര പേർക്ക് അഭിമാനമുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. അവര് കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന നിന്റെ പാപത്തെ കണക്കിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇന്ന് നീ വന്നത് പല പാപങ്ങൾ ചെയ്തിട്ടായിരിക്കാം. എന്നാൽ യേശു കർത്താവ് ഇതിന്റെ മധ്യത്തിൽ വന്നിട്ട് നിന്റെ പാപത്തിനെ കണ്ട് നിനക്ക് ശിക്ഷ തന്നിട്ട് പോകുന്ന ദൈവമല്ല. നിന്നോട് മാറോട് ചേർത്ത് നിർത്തിയിട്ട് കുഞ്ഞെ പാപത്തെ ഞാൻ ക്ഷമിച്ചു, ഇനിയും ഒരിക്കലും നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആലിംഗനം തന്ന് ഉമ്മ തന്നിട്ട് കടന്നു പോകുന്ന ഒരു സർവശക്തൻ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നിന്റെ തലമുറയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആത്മാവ് ഇന്ന് പാൽക്കാലം ആരാധന കൊടുക്ക്. നിന്റെ രക്തം എന്താണെങ്കിലും അതിനകത്ത് പാപമുണ്ടെങ്കിലും അത് മുഴുവനും പരിഹരിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ ഒരു വലിയ ശക്തി ഇതിന്റെ മധ്യത്തിൽ അത് സ്വീകരിച്ചോട്ടെ. ഒരു ദൈവിക ശക്തി, നിഷ്കളങ്കമായ രക്തത്തിന്റെ സാന്നിധ്യം അത് വേണ്ടവർ സ്വീകരിക്കുക. ഇന്ന് പാൽക്കാലം ആ രക്തവുമായി ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ യേശുവിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. പീലാത്തോസ് കൈ കഴുകി. അവൻ കൈ കഴുകുന്ന നീതിമാന്റെ രക്തത്തിന് പങ്കില്ലെന്ന് പറഞ്ഞാണ്. ആ പീലാത്തോസിന്റെ സ്ഥാനത്ത് യേശു നിൽക്കുമ്പോൾ, ഞാനും നീയും അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ, എന്നെ നിന്നെ ശത്രു അവന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി ഇവനെ കൊല്ലണം, ക്രൂശിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് പാപത്തിന് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകി പോകുന്നൊരു യേശുവല്ല. ശത്രു എന്തെല്ലാം പദ്ധതി ഇട്ട് നിന്റെ കൈയും കാലും കെട്ടിയിട്ട് അവന്റെ മുമ്പിൽ കൊണ്ടിട്ട് നിന്റെ മുകളിൽ കുറ്റം ആരോപിക്കുമ്പോൾ എനിക്കിതിനകത്ത് പങ്കില്ലെന്ന് പറഞ്ഞ് വിട്ടുപോകുന്നൊരു യേശുവല്ല നമ്മുടെ ദൈവം. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും ആ രക്തത്തിന് ഓഹരിക്കാരിയാകുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. നിന്റെ രക്തത്തിന് പങ്കാളിയായെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. നിന്റെ രക്തത്തെ മുഴുവനോ നിന്റെ പാപത്തെ മുഴുവനോ സ്വന്തം തോളിൽ വഹിച്ച് കാൽവരിയിൽ യാഗമായി നിന്റെ പാപത്തിന് പരിഹാരമായ ഒരു ക്രിസ്തുവാണ്. അവന്റെ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിലുണ്ട്. അതനുഭവിക്കുന്നവർ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. കമാൻ. ഇന്ന് വർഷങ്ങളായി നീ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരുന്ന പൽക്കാലമാണ്. സ്തോത്രം. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, കുറ്റബോധമുള്ളവർ ആരോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് ചോദിച്ച് കുറ്റബോധമുള്ളവർ നിനക്ക് തന്റെ ഇടപെടൽ കൈ ഉയർത്ത്. ഇപ്പോൾ നിനക്കൊരു നീതീകരണം ലഭിക്കാൻ പോകുക. അങ്ങനെ കുറ്റബോധമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കരമുയർത്ത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കൈ ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസാക്ഷി അവരെ ഒരു തെറ്റുകാരി എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ഇന്ന് പാൽക്കാലം സ്വർഗത്തിന്റെ രക്തം നിന്നോട് പറയുന്നു, ആ കുറ്റത്തെ ഞാൻ എടുത്തു മാറ്റുക. നീ ഇന്ന് വരെ സ്വതന്ത്രമാകുക. ആത്മാവുള്ളവർ ആരാധിച്ചോ. ഇന്ന് ചില കെട്ടുകളിന്റെ പാൽക്കാലം പൊട്ടിപ്പോകുന്നൊരു ദിവസമാ. ചില അന്യായ പോരുകൾ ഇന്ന് പാൽക്കാലം ശരീരം വിട്ടു മാറട്ടെ. ചില പാപിന്റെ സാന്നിധ്യങ്ങൾ ശരീരം വിട്ടു പോട്ടെ. ചില ഭയത്തിന്റെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ടു പോട്ടെ.
യെസ്, അന്യായ പോരുകൾ എടാ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വേണ്ടാത്ത അന്യായ പോരുകൾക്ക് ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ അത് നിന്റെ ശരീരത്തിനകത്തുനിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന ഒരു പാകാളമോ എന്ന പാൽക്കാലം ചില പാപിന്റെ ആധിപത്യങ്ങളെ സ്വർഗം പൊളിക്കുന്ന പാൽക്കാലമോ. ഹല്ലേലൂയ. ഇന്ന് ചില കെട്ടുകൾ അഴിയുക. വചനം ഇറങ്ങിയാൽ വചനത്തിന്റെ ശക്തി ഇറങ്ങും. ദുരാത്മ മണ്ഡലങ്ങൾ പൊളിയോ. ഹല്ലേലൂയ. ആഹാ ചീതി കൊണ്ടാ വരുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. ഇന്ന് ഈ ശരീരത്തിന്റെ പാമ്പിന്റെ സകല പദ്ധതികളോ എന്ന പാൽക്കാലം അഴിയണോ യേശുവിന്റെ നാമത്തിൽ. അത്തരമൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ പാപത്തെ നോക്കി കണക്കിടുന്നവനല്ല എന്റെ യേശു കർത്താവ്. സ്തോത്രം. നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പുള്ളതായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ഒരുവനാണ് എന്റെ യേശു. അങ്ങനെയെങ്കിൽ എന്റെ പാപവും നിന്റെ പാപവും പരിഹരിച്ച് തന്ന ആ നസ്രത്തുകാരന്റെ സാന്നിധ്യം, ആ നിഷ്കളങ്കമായ രക്തത്തിന്റെ ശക്തി ഇന്ന് പാൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുക. നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടത് അവന്റെ രക്തത്താലോ. ആമേൻ. അവന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ചവരാ നമ്മൾ. എഫേസ്യർ 1:7 പറയുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമുണ്ട്. കേട്ടോ, അവന്റെ രക്തത്താൽ, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഓ, എത്ര പേര് പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവരുണ്ട് ഇതിനകത്ത്. എത്ര പേര് വിശ്വസിക്കുന്നു യേശു കാൽവരിയിൽ കയറിയത് എന്റെ വീണ്ടെടുപ്പിനാണെന്ന്. അങ്ങനെ വിശ്വസിക്കുന്നവർ, ഒരു വീണ്ടെടുപ്പിന് വേണ്ടി റെഡിയായി നിൽക്കുന്നവർ കരങ്ങൾ തട്ടി എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ നിർദോഷമോ നിഷ്കളങ്കമായ രക്തം നിന്റെ പദവിയെ മാറ്റി. കുഞ്ഞേ, നിന്റെ പദവി അവൻ മാറ്റി. എടാ, നീ പാപി എന്നുള്ള പദവി അവൻ മാറ്റി. നിന്നെ വിശുദ്ധൻ എന്ന പദവിയിലോട്ട് ദൈവത്തിനെ എടുത്തുയർത്തി. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട്. പാപിയായിരുന്ന എന്നെ വിശുദ്ധൻ എന്ന നാമകരണം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സാന്നിധ്യം എന്ന പാൽക്കാലം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്. കമാൻ, അവരെ കാര്യങ്ങൾ അടിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണമേ, ഒരു കാലത്ത് മഹാപാപിയായി ജീവിച്ച എന്നെ കർത്താവിന്റെ രക്തത്താൽ എന്നെ അവൻ വീണ്ടെടുത്തു. ആ പാപി എന്നുള്ള വിളിപ്പേരങ്ങ് മാറ്റിയിട്ട് വിശുദ്ധൻ എന്ന വിളിപ്പേര് എനിക്ക് തന്നു. അത് മാത്രമല്ല, അവൻ ക്രിസ്തുവിന്റെ ഭവനക്കാരനാക്കി എന്നെ മാറ്റി. ഓ, അങ്ങനെയെങ്കിൽ ഇതിന്റെ അകത്ത് ക്രിസ്തുവിന്റെ ഭവനക്കാരെന്ന് പേരെടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ആരാധന കൊടുത്താൻ പറ്റത്തില്ല. ഒരു ദൈവത്തിന്റെ ആലയം, ആ ദൈവത്തിന്റെ ഭവനത്തില് ഒരംഗമാണ് നീ എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എടാ, നീ ഇന്ന് മുതൽ അടിമയല്ല. ഇന്ന് മുതൽ നീ അടിമയല്ല. കാൽവരിയിലെ രക്തത്താൽ അത് മുഴുവനും പരിഹരിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയ മകനോ പ്രിയ മകളുമാണ്. അത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. എഫേസ്യർ 2:19 പറയുന്നു, ആകയാൽ നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അഡ്രസ് മാറിയത് കണ്ടോ? അഡ്രസ് മാറിയത് കണ്ടോ? ഇന്നലെ നീ കൈതവന കുടുംബത്തിലെ KC ജോണിന്റെ മകൻ സാബു ജോൺ ആയിരുന്നെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ എന്റെ പദവി മാറി. ഇപ്പോൾ എനിക്ക് ഒറ്റ പദവിയുള്ളൂ. ഐ ആം എ സൺ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനും മകളുമെന്നോ ആ ഒരു വിളിപ്പേരിലോട്ട്
ഓ, അതിനിങ്ങനെ സന്തോഷിച്ചാ പോരാ കേട്ടോ. ആർത്തുല്ലസിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്ക. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരാ. അതെ, പീലാത്തോസ് നാടുവാഴിയാ. ആമേൻ. അവൻ നാടുവാഴിയാ. നാടുവാഴിക്ക് മണ്ണിലുള്ളവനുമായിട്ടേ ബന്ധമുള്ളൂ. എടാ, മണ്ണിലുള്ളവന്റെ മുകളിലെ നാടുവാഴിക്ക് ബന്ധമുള്ളൂ. എന്നാൽ യേശു മണ്ണിനും വിണ്ണിനും അധികാരിയാ. അവൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ആ വ്യക്തിയുടെ മുകളിൽ അധികാരമുള്ളവൻ യേശുവാ. ഓഹോ, ഇതുപോലൊരു അധികാരി വേറെ എവിടെയുണ്ട്? സകല രോഗത്തിനെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ളവൻ, കാറ്റിനെയും കടലിനെയും വരുതിക്ക് കൊണ്ടുവരുവാൻ അധികാരമുള്ളവൻ, അന്ധകാര ശക്തിയുടെ മുകളില്, ദുരാത്മാവിന്റെ മുകളില് അധികാരമുള്ളവൻ, മരിച്ചവരെ ഉയർപ്പിപ്പാൻ അധികാരമുള്ളവൻ, നമ്മെ നീതീകരിക്കുവാൻ അധികാരമുള്ളവൻ. കരങ്ങൾ തട്ടി എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആ അധികാരി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അധികാരമുള്ളവരുടെ വന്നിട്ടുണ്ട് കേട്ടോ. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്ന ഒറ്റ അധികാരിയേ ഉള്ളൂ. അത് നസ്രയനായ യേശുവാ. ഓ, നല്ലപോലെ കരങ്ങൾ അടിച്ച് കരുണ തോന്നണമെന്നുള്ളവനാണ് കരുണ തോന്നുവാന്, കനിവ് തോന്നണമെന്നുള്ളവനാണ് കനിവ് തോന്നുവാന് അധികാരമുള്ള ഒരൊറ്റ ദൈവം. അവന്റെ പേര് യേശു എന്നാ. കത്തിക്കാറ് കത്തിക്കാറ് ആമീൻ പറഞ്ഞിട്ട് കൂടെ നിന്നു. അധികാരി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, പോഷത്വമായതിനെ തെരഞ്ഞെടുക്കുവാൻ അധികാരമുള്ളവൻ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇത്ര മഹാമരണത്തിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു. അവൻ മേലാലും വിടുവിക്കുവാൻ അധികാരമുള്ളവനിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കൃപയും സമാധാനവും തരുവാൻ അധികാരമുള്ള നസ്രത്തുകാരൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആത്മാവെന്ന് പറയുന്ന അച്ചാരത്തെ നിനക്ക് വേണ്ടി പകർന്നു തരുവാൻ അധികാരമുള്ളവൻ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. മരണത്തിന്റെ മുഖത്ത് നോക്കി, ഹേ മരണമേ, നിന്റെ ജയം എവിടെ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോല് കൈവശം വെക്കുവാൻ അധികാരമുള്ള ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്നാ. കത്തിക്കയറുന്ന മക്കൾ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ അധികാരമുള്ളവൻ യേശു മാത്രമാ. പിതാവിന്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ അധികാരമുള്ളവൻ യേശുവാ. പിതാവിന്റെ പക്കൽ നിന്ന് അവന്റെ ആത്മാവിനെ പിടിച്ച് നമുക്ക് വേണ്ടി പകർന്നു തരുവാൻ അധികാരമുള്ളവൻ യേശുവാ. കഥമേ കരങ്ങൾ നല്ലപോലെ അടിച്ച് നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു എന്ന് പറഞ്ഞ് ലോക സമാധാനമല്ല, സ്വർഗീയ സമാധാനം തരുവാൻ അധികാരമുള്ളവൻ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഓ, നിന്റെ ആത്മാവിനെ നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി പിതാവിന്റെ മുമ്പേ പക്ഷപാതം ചെയ്യുവാൻ അധികാരമുള്ളവൻ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ കരങ്ങൾ നല്ലപോലെ ചേർത്തടിച്ച് ആ അധികാരിയെ ഒന്ന് വെൽക്കം ചെയ്താട്ട്, ആ യേശുവിനെ ഒന്ന് സ്വീകരിച്ചാട്ട്, നിന്റെ ജീവിതത്തോട്ട് അവനെ ഒന്ന് വിളിച്ചു കേട്ട് അവൻ വാഴട്ടെ. അവൻ നിന്റെ വഴി വാഴട്ടെ. നിന്നെ വാഴുവാൻ നീ മനസ്സനുവദിക്ക. സ്തോത്രം സ്തോത്രം. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആയുധവർഗത്തെ ക്രൂശിൽ വപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ ഘോരമാക്കിയ ഒരൊറ്റ അധികാരിയേ ഉള്ളൂ. അവൻ യേശുവാ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് സാധിച്ചവൻ, ആ അധികാരമുള്ളവൻ യേശുവാ. പോരാ പോരാ, കരങ്ങൾ നല്ലപോലെ ചേർത്തടിച്ച് പാപം കൂടാതെ രണ്ടാമത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ ജനത്തിനെ എടുത്തുകൊണ്ട് പോകുവാൻ അധികാരമുള്ളവൻ നസ്രയത്തുകാരനായ യേശു അത്രേ.
കരമടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്തോ, ദൈവത്തിന് മാത്രം കൊടുത്തോ. ഓ, പാപം കൂടാതെ രണ്ടാമത് ഭൂപ്രവേശനം ചെയ്യുവാൻ, ഓ, ക്രിസ്തുവിൽ മരിച്ചവരെ ആദ്യമേയും ജീവിച്ചിരിക്കുന്നവരെയും സ്വർഗത്തോട്ട് എടുത്തുകൊണ്ട് പോകുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ അധികാരമുള്ള ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവന്റെ പേര് യേശുവെന്നാ. രണ്ടാമത് പാപം കൂടാതെ ഭൂപ്രവേശനം ചെയ്യുവാൻ അധികാരമുള്ള ഒരൊറ്റ അധികാരിയേ ഉള്ളൂ, ഒരൊറ്റ രാജാവേ ഉള്ളൂ. അവൻ രാജാതി രാജാവാണ്. അവന്റെ പേര് യേശുവെന്നാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ നല്ലതുപോലെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളനാദത്തോട് അവൻ ആകാശത്തേരിൽ ഇറങ്ങി വരാൻ സമയമായി. ഓ, ദൈവമക്കളെ, ഉണരുവാൻ സമയമായി. പാപങ്ങളെ വിട്ടൊഴിയുക. ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ സറണ്ടർ ചെയ്യുക. നിന്റെ പാപം നിറഞ്ഞ രക്തത്തെ അവന്റെ കയ്യിൽ സറണ്ടർ ചെയ്ത് അവൻ വരുമ്പോൾ 1000 ആണ്ട് അവനോടുകൂടെ ജീവിക്കുവാൻ ഒരുക്കപ്പെടുന്നവരായി തീരുവാൻ ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ.